കൂട്ടുകാരെ, ഉരുളിക്കുളത്തിൻ്റെ ഏറ്റവും പുതിയ പാർട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഉരുളിക്കുളത്തിൻ്റെ ഏറ്റവും പുതിയ പാർട്ടി എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളിക്കുളം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഓർമ്മിപ്പിക്കേണ്ട, ആ ഒരു ദിവസം മറക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പല സമയത്ത് ഒഴിവാക്കിയപ്പോഴും കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് സുഹൃത്തുക്കളും സഹോദരന്മാരും നമ്മളോട് ചോദിച്ചു ആ ഉരുളിക്കുളത്തിൻ്റെ അടുത്ത പാർട്ടി ഇടാൻ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പാർട്ടി ഞങ്ങളിപ്പോൾ ഇടുന്നത്. വെൽക്കം ടു കരകട മൊബൈൽസ്. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഉരുളിക്കുളത്തിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഹാരിസ് ആ ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഉണ്ണിക്ക് ചിലത് പറയാനുണ്ട്. ഞങ്ങൾ ഉരുളിക്കുളത്തിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് നടന്ന ഒരു ആക്സിഡൻറ്റിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പോകുന്ന വഴിക്കുണ്ടായിരുന്ന ഒരു ആക്സിഡൻറ്റ്, തലനാരിഴയ്ക്കാണ് ഞങ്ങൾ ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ നേരെ ഉരുളിക്കുളത്തിലേക്ക് എത്തിയതും ഉരുളിക്കുളത്തിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിച്ചതും. ഞങ്ങളന്ന് ആ കുളത്തിലേക്ക് ട്രാവൽ ചെയ്ത് പോകുന്ന ആ സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നൊക്കെ ഞാനൊക്കെ വിചാരിച്ചതാണ്. എന്തോ ദൈവകുരുത്തം കൊണ്ട് ആക്സിഡന്റ് ഞങ്ങൾ കഴിച്ചിലായി പോയി. ഭാഗ്യവശത്താല് ഞങ്ങൾ ഭാഗ്യം കൊണ്ടെന്ന് തന്നെ വിചാരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും കൈ തീർന്നേനെ. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കഴിച്ചിലായി പോയി. അങ്ങനെ കഴിച്ചിലായിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ എത്തിയെന്നല്ല, അവിടുത്തെ ആൾക്കാരുടെ സംസാരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഒരു മടുപ്പ് പോലെ ഇങ്ങനെ തോന്നുക. കുളത്തേക്ക് ഇറങ്ങണ്ടേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. മുന്നോട്ട് വെച്ച കാല് പിന്നെ പിന്നോട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. സാധാരണ എല്ലാ കുളങ്ങളിലും സിദ്ധിയാണ് ആദ്യം ഇറങ്ങിയിട്ട് വെള്ളത്തിന്റെ താഴ്ചയൊക്കെ നോക്കിയിട്ട് കൂട്ടിൽ വെക്കല്. പക്ഷെ ഉരുളിക്കുളത്തിലേക്ക് സിദ്ധി ഇറങ്ങിയപ്പോൾ തന്നെ സിദ്ധിയോട് കയറി. അപ്പം ഞങ്ങൾ വല്ലാണ്ട് കാര്യമാക്കിയില്ല. അതിനുശേഷം പിന്നെ ഉണ്ണിയാണ് ഇറങ്ങിയത്. ഉണ്ണി വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ്റെ ഏകദേശം ഒരു തലയ്ക്ക് മുകളിൽ വെള്ളമായപ്പോൾ അവൻ ഏകദേശം ഒന്ന് താഴ്ച നോക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പൊക്കിയിട്ട് സാധാരണ അത്ര താഴ്ച ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ താഴ്ച നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവനൊന്ന് താഴേക്ക് പോയിട്ട് അവൻ പൊങ്ങി വരുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊന്ന് ടെൻഷനായി. ഏകദേശം 1 മിനിറ്റോളം വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് അവൻ പൊങ്ങി വരാത്ത കണ്ടിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാന്നുള്ള ലെവലിൽ വെള്ളത്തിലേക്ക് പോകുന്ന സമയത്താണ് ഉണ്ണി പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വന്നത്. എല്ലാ സമയവും ആദ്യം ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദീഖാണ് കുളത്തിൽ ഇറങ്ങിയിട്ടും കുളത്തിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടും കരക്കെ കയറിയിട്ട് വന്നിട്ട് പറയാറുള്ളത്. പക്ഷെ സിദ്ധിയാണ്ട് ഇറങ്ങലും ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ ഒന്നിട്ട് കുളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് കയറിയേക്ക് എന്നോട് പറഞ്ഞു, ഉണ്ണി ഹജ്ജൊന്ന് ഇറങ്ങി നോക്കിയെന്നാ. അപ്പൊ ഞാനും തന്നെ എന്താന്ന് അറിയണല്ലോ വെച്ചിട്ട് അങ്ങനത്തെ എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലേ. അപ്പൊ ഞാനും തന്നെ പതിയെ അതിൽ കുറച്ച് ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചണ്ടി ഒരു സൈഡിലേക്ക് നീക്കി മാറ്റിയിട്ട് ഞാൻ പതിയെ ഇങ്ങനെ കുളത്തിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ താഴത്തേക്ക് പോയി എന്നല്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടി വരാം. ഏകദേശം ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തി. നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മുകൾക്ക് വന്നല്ല, പിന്നെ എന്റെ തലയുടെ മേലെത്തി വെള്ളം. അപ്പൊ ഞാൻ അങ്ങനെ അടിക്ക് പോണ എനിക്കൊരു ഫീലിംഗ്. അപ്പൊ ഞാൻ വെള്ളം കുണ്ടല്ല വെച്ചിട്ട് അങ്ങനെ തോന്നിപ്പോയി എനിക്ക്. അപ്പൊ ആളുള്ള കൊള്ളാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ കുണ്ടിലേക്ക് ഇങ്ങനെ പോവാണ്. കുണ്ടിലേക്ക് പോയി എന്നല്ല, എന്റെ തല മൊത്തം മൂടാൻ തുടങ്ങി. തുടങ്ങിയാൽ കുറച്ചു നേരം നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോ വീടിന്റെ അടിക്ക് എന്തൊരു സാധനം വലിക്കണ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക്. അപ്പൊ ഞാൻ ഒന്ന് കുതിക്കാൻ നോക്കിയാ വെള്ളത്തിന്റെ അടിയിൽ നിന്ന്. സാധാരണ ഒന്ന് കുതിക്കുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് പൊന്താൻ കഴിയും. പക്ഷെ എനിക്ക് പൊന്താൻ കഴിയല്ല. എനിക്കാണ് ശ്വാസം മുട്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമിങ്ങും എന്ത് വന്നാലും വേണ്ടില്ല വെച്ചാൽ ഞാൻ ഒരു ഒറ്റ കുതിച്ചിട്ട് കയറുമ്പോഴും ഒന്നുകൂടി തുഴഞ്ഞു കയറണം. കാരണം വെള്ളം അത്ര അയക്കണം. പിന്നെ ഇങ്ങോട്ട് കരക്കൊക്കെ നടന്നു കയറാൻ പറ്റില്ല. അപ്പൊ തുഴഞ്ഞു കയറുമ്പോൾ തന്നെ എന്റെ കൈയൊക്കെ കുഴയാൻ തുടങ്ങി. ഇങ്ങനെ കുഴയാൻ തുടങ്ങിയെന്നല്ല, ഞാൻ കതച്ച് രണ്ടും ഇതാക്കിയിട്ട് കരക്കത്ത് കയറി. അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് നേരൊക്കെ കഴിഞ്ഞ് ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, മീൻ പിടിക്കാന്നുള്ള ലെവലിൽ എത്തി. അങ്ങനെ മീൻ പിടുത്തുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞങ്ങളെ കൂടെ ആരിസ് ഉണ്ടായിരുന്നു. ഈ ആരിസിനെ ആ ഒരു അംശം അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ എവിടെയൊക്കെ തെറിച്ച് നിൽക്കുന്നുണ്ടാവും. സിദ്ദീഖിനോടും ഇവരോടൊക്കെ ചോദിച്ചു ആരിസ് എവിടെ വെച്ചു, അവൻ അവിടെ എവിടെ ഉണ്ടാവും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ മീൻപിടുത്തം ഏകദേശം പകുതിയായിട്ടും ആരിസിനെ കാണാമല്ലോ. സാധാരണ മീൻപിടുത്തം പകുതി ആകുമ്പോഴത്തേനും മീനെ പിടിച്ചിടാനും മറ്റുള്ള കാര്യത്തിനൊക്കെ വരുന്നതാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഓൻ ആ പരിസരത്ത് എവിടെയും കാണാനോ ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ടും കാണാനുമില്ല. ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എല്ലാവരും ചോദിക്കും പറയും ഇപ്പൊ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കും തന്നെ എന്തൊരു ഇതുപോലെ. അപ്പൊ ഞാൻ മച്ചാനോട് പറഞ്ഞേടാ, ആരിസ് അവിടെ എവിടെ ഉണ്ടോ ഒന്ന് പോയോക്കി ഓൻ ഇവിടെ കൂട്ടിയിട്ട് വാ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ, ഓനെ വിളിച്ചാണ്ട് വാന്നാണ്. അങ്ങനെ മച്ചാൻ പോയിട്ട് ആരിസിനെ കുറെ തന്നിട്ട് തന്നെ ഇല്ലടാ ഓനെ കാണാനില്ല എന്നാണ്.
അപ്പൊ നമ്മളെ ഫോണൊക്കെ എല്ലാവരും ഡ്രസ്സിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു അവന്റെ ഫോണൊക്കെ ഒന്ന് അടിച്ചു വെക്കാണ്. മച്ചൻ പറയാൻ വിളിച്ചു വെക്കാന്ന് പറയാം. മച്ചൻ ഓന്റെ ഫോണൊക്കെ അടിച്ചു വെക്കുമ്പോ എന്താണ് ഓൻ പറയാം കോള് പോണില്ല, എന്താറില്ല കോള് പോണില്ല എന്നാണ്. അപ്പൊ ഞാൻ എന്തായാലും നെറ്റ്വർക്കിന്റെ വിഷയമാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു മച്ചാണ് നിന്റെ ഫോൺ ഉണ്ടാവും, നിന്റെ ഫോണിൽ നിന്ന് അടിച്ചു വെക്കാൻ. എന്റെ ഫോണിൽ നിന്ന് അടിച്ചപ്പോൾ ഇതന്നെ അവസ്ഥ. ഓന്റെ ഫോണൊക്കെ എങ്ങനെ കോൾ ചെയ്തിട്ടും കോൾ അങ്ങോട്ട് പോണില്ല. ഉണ്ണി വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ മുതൽ ഹാരിസിനെയാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഹാരിസിനെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ ഹാരിസിന്റെ ഫോൺ ആ സമയത്തൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. എത്ര തവണ വിളിച്ചെന്ന് അറിയില്ല, എത്ര തവണ വിളിച്ചിട്ടും ഹാരിസിനെ കിട്ടിയില്ല. അവസാനം ഹാരിസ് വന്നപ്പോൾ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹാരിസ് ആ കുളത്തിലേക്ക് വരാൻ ശ്രമിച്ച സമയത്തൊക്കെ എന്തോ ഒരു ശക്തി അവരെ തടയുന്നുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഹാരിസ് പറഞ്ഞ പോലെ ഒരുപാട് ആടും ബഹളൊന്നും കുളത്തിനടുത്തുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ എന്തോ ഒരു ശക്തി തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അവൻ വരുന്ന സ്ഥലത്തൊക്കെ ഒരാള് അവനെ തടയുന്നുണ്ടെന്നാണ് ഹാരിസ് പറഞ്ഞത്. ഞാന് ആ തള്ളി മാറ്റി ഞാൻ അവിടെ കയറുമ്പോ ഇയാള് എന്നെ ഇങ്ങടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് തള്ളും ചെയ്യാ. അലാക്കിന്റെ ഒരു നോട്ടം നോക്കുക. ആ നോട്ടം കാണുമ്പോ തന്നെ എന്റെ പർവ്വതം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബാക്കിൽ നിന്ന് പിന്നെ ആ വഴിക്ക് പോകില്ല. ആ വഴിക്ക് പോലെ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ വകഞ്ഞ് മാറ്റിയിട്ട് ഇങ്ങോട്ട് കയറാൻ നോക്കുമ്പോ അവിടെ ഇയാളെന്നെ തുറക്കാൻ നോക്കുക, എന്നെ ആട്ടുക. ഞാൻ ബാക്കിൽ അവിടെ വന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇയാളല്ലേ ഇപ്പൊ അവിടെ തന്നെയായിരുന്നു, ഇയാളെങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിന്ന്. ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് മാറി വേറൊരു സൈഡിൽ കൂടെ ചെന്ന് നോക്കുമ്പോ വകഞ്ഞ് മാറ്റി ചെല്ലുമ്പോ അവിടെ ഇയാളെന്നെ നോക്കുക, തുറപ്പിച്ച് നോക്കുക. എനിക്ക് വേറെ അടുത്തേക്ക് എത്തണല്ലേ, വേറെ അടുത്തേക്ക് എത്തിയിട്ട് കാര്യങ്ങൾ പറയണല്ലോ. അത് ഇയാളെ എന്നെ എന്ത് സംഭവിച്ചാലും ഇയാളെന്നെ അവിടെ കയറാൻ വെക്കണില്ല. അങ്ങനെ ഞാൻ സർവ്വശക്തി എടുത്തിട്ട് ഒരു കേരളാണ് കയറിയതിനുള്ളിലേക്ക്. അത് കയറിയപ്പോ എന്താ പറയാ, നമ്മളെ ഈ തെങ്ങിനും മതിലിനൊക്കെ ചെന്നിട്ട് നമ്മള് അണ്ട് ഇടിച്ച എന്താ പാട്, അതേപോലെ ഒരൊറ്റ തെറിക്കണ ഞാന്. അതായത് അവിടെ ആളല്ല, അവിടെ പിന്നെ മതിലായി മാറി. ആ മതില് പോലെ അത്രയും പവർ ഇയാൾക്ക്. ഇതൊക്കെ ഒരു തോന്നലാണോ, അത് ഞാൻ ഈ ലോകത്താണോ, എന്താണ് സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരാണ് എന്നെ കൂടി ഇതൊക്കെ ചെയ്യിക്കണത്? ഈ കുളത്തില് അത് പറയാൻ പറ്റേ, അത് നിൽക്കട്ടെ. അങ്ങനെ ഞാൻ ഈ ഒറ്റ ഇടിച്ചിട്ട് ഞാനാണ് കയറാനാണ് നോക്കുമ്പോ ഈ മതിൽ പോലെ പാറക്കല്ലും വെച്ചിട്ട് തല അടിച്ചമാര് ഒരു തെറികലാണ്. തെറികൽ നമ്മൾ സ്പോട്ടിൽ അവിടെ ഒരു വീഴല്ല ചെയ്യാം. ഇത് നമ്മള് റബ്ബർ ബണ്ട് ചുമരുമൊക്കെ എറിഞ്ഞാൽ എന്താ പാട്, അതുപോലെ ഒരു തെറികല ഞാന്. എത്ര ഉയരത്തിലാണ് ഞാൻ പോണത്, ഏത് ഇരുട്ടിലൂടെയാണ് ഞാൻ പോകുന്നത് എനിക്കറിയില്ല. എങ്ങനെ ഒരു താഴത്തേക്ക് എത്തുന്നില്ല. അവസാനം ഞാൻ ചെന്ന് വീണത് ഒരു അലാക്കിന്റെ ഒരു കുണ്ടിലേക്കാണ് ഞാൻ ചെന്ന് വീണത്. ആകെ ചെളിയും ഇതൊക്കെ നിറഞ്ഞ ഒരു ചെളിയിൽ വന്നത് വീണു. ആ വീണിട്ട് ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോ എത്രയോ ലോകം എനിക്ക് ആകാശം ഇങ്ങനെ വെള്ള കളറിൽ ആകാശം ഇങ്ങനെ കാണുക, ഒരു പൊട്ടുപോലെ കാണുക. അത്ര ആഴത്തിലേക്ക് ഞാൻ വന്ന് വീണിട്ടുള്ളത്. ഞാൻ എന്ത് നിലവിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എണീറ്റു ഞാൻ ചുറ്റും നോക്കിയപ്പോ ഒന്നും കാണാനില്ല. ആകെ ആ മുകളിലുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ കുറച്ച് വെളിച്ചം മാത്രം ഈ അടിയിൽ ഇങ്ങനെ കാണാം. പക്ഷെ അപ്പൊ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടോ. ഞാൻ ചെന്ന് വീണത് ഈ ഉരുളിക്കുളത്തിലേക്കാണ് ഞാൻ വന്ന് വീണിട്ടുള്ളത് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പൊ എന്നെ എത്രയും നേരം അവിടെ തടഞ്ഞു നിർത്തിയതൊക്കെ, എന്നെ അടിച്ചു ഒഴിവാക്കിയതൊക്കെ ഇതിലുള്ള ഈ ആത്മാക്കളാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഓടുന്നത്. ഇത് ഞാനിങ്ങനെ നോക്കുമ്പോ പിന്നെ ഈ വെള്ളമയം മൊത്തത്തിൽ ഇളകി വരാൻ തുടങ്ങി. മൊത്തത്തിൽ എന്റെ നേരക്കിട്ട് ഇളകി വന്നേക്ക. ഞാൻ ഒരു അലർച്ചില് ഒറ്റ വീഴ്ചയിൽ വീണതാണ് അവിടെ. ഒന്ന് പഠിച്ചാ മതി, തലക്ക് ഒന്ന് പഠിച്ചാ ഈ ബോധം കെട്ട് വീണ് ഞാൻ കണ്ണ് തുറന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഇവർ തന്നെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ ആക്കുമ്പോഴാണ് ഞാൻ ബോധം തുറക്കുന്നത്, എനിക്ക് ബോധം വരുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ബോധം കെടാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അതിൻ്റെ അതിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അതെന്താണെന്നറിയോ, ഈ ആത്മാക്കളൊക്കെ പാടെ ഈ മുകളിൽ നിന്ന സെയിം ആൾക്കാരാണ്. ആ നാട്ടിലുള്ള ആ ആൾക്കാർ കംപ്ലീറ്റ് ഈ കിണറ്റിന്റെ അടിയില് എന്നെ ഈ തള്ളി മാറ്റിയെന്ന ഈ തുറപ്പിച്ച് നോക്കിയെന്ന ഈ ആൾക്കാർ കംപ്ലീറ്റ് അതേപോലെ അടിയിൽ വന്നിരിക്കുക. ഞാനെന്ത്
ഞാൻ വിചാരിക്കാം എന്ത് നിങ്ങളല്ല ഇപ്പൊ മുകളിലുണ്ടായിരുന്ന ആൾക്കാര്, നിങ്ങളെന്തിനാ എന്റെ പിന്നാലെ നടക്കണേ, നിങ്ങളെന്താ എന്നെ ഓരോരുത്തർക്ക് എത്തിക്കാത്തതെന്ന് ചോദിച്ചു. എനിക്ക് ഓരോരുത്തർക്ക് എത്തണം, എനിക്ക് ഈ കുളത്തിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുളം അത്ര നല്ല കുളമല്ല, ഇതില് മരണം മറ്റൊന്നും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇതെനിക്ക് അവരെ അറിയിക്കണം. നിങ്ങൾ എന്തിനാ ഇത് തടസ്സം നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഇതുകൊണ്ട് കാര്യം, നിങ്ങളെ നാട്ടിലെ കുളമല്ലേ, അപ്പോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇന്നതിന് ഒഴിവാക്കണമെന്ന് ചോദിച്ചു. അതിലും മൊത്തത്തിൽ ഇവരെ ഒക്കെപ്പാടെ ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ട് ഈ ആരാടാ ഓലോടെ പറയാന്, എന്തിനാടാ ഓല പറയണ്, ഓലെന്താ ചെയ്യാ അതുകൂടെ, ഓല ഞങ്ങൾക്ക് വാങ്ങടാ, അനക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഇജ്ജ് അന്റെ പണി നോക്കി പോയിക്കോ, അനക്കെന്നെ നാട്ടിൽ പോയിക്കൂടെ, വീട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ പറയാം. അതില് ചിലര് പറയാം അയാളെ ഞങ്ങൾ നോട്ടിട്ടുണ്ട്, അയാളെ ഞങ്ങൾ വിടില്ലാന്ന്. അപ്പൊ അയാളാരാ പിന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞ ഈ വെല്ലിപ്പുണ്ടല്ലോ, ഈ വെല്ലിപ്പാനാണ് അവർ പറയണത്. ഈ അയാള് ഓരോ നുണ പറഞ്ഞിട്ടുണ്ടാക്കി ഇത് ഇജ്ജാണ് അവരോട് പറയാ, എന്തിനാ അവരോട് പറയാൻ നിൽക്കണ്, അയാള് മൂലക കാര്യമാണ്, അയാള് പറയുന്നത് വിശ്വസിക്കണ്ട, അങ്ങനെ സംഭവങ്ങളല്ലേ ഇവിടെ ഇല്ല. പിന്നെ ഇജ്ജ് എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓരോ പരിപാടി തടസ്സപ്പെടുത്തണ് പറഞ്ഞു. പറ്റൂല, ഞാനത് ഓരോട് പറയും. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ എന്റെ നേർക്ക് ആഞ്ഞു വരാം, ഓരോരുത്തരായിട്ട് വരാം, എന്നെ വട്ടട്ട് ഇങ്ങനെ എന്താ പറയാ ഈ ആടിങ്ങാണ്ടും പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്റെ നേർക്ക് വന്നിട്ട് എന്നെ പേടിപ്പിക്കാണ്. ഞാൻ പേടിക്കുന്നുണ്ട്, നല്ലോണം പേടിക്കുന്നുണ്ട്. നല്ല പേടിക്കുന്ന പറഞ്ഞാല് എന്താ, ഞാൻ ഉരുകി നടന്നിട്ട്. കാരണം എനിക്ക് ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവരോട് സമ്മതിക്കുന്നില്ല, എന്താണ് ഇവരിതിനെ അയക്കാത്തത് എന്ന് എനിക്ക് പിന്നെ എനിക്ക് ഒരു തോന്നൽ വരാം, ഇത് ഇവരാണോ ഈ കുളത്തിലുള്ളത്, ഇവരാണ് ഈ കുളത്തിൽ മരണപ്പെട്ട ആൾക്കാര്, ഇവരാണോ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നൊക്കെ ഒരു ലോകമാണ്, ഏതോ ഒരു ലോകത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു തോന്നലാണ്. ചില നേരത്തെ വിചാരിക്കുന്നത് എന്റെ ഒരു തോന്നലാണെന്ന്. അതിന് കരകയറാൻ നോക്കുമ്പോ ഇല്ല, ഇവര് സമ്മതിക്കണില്ല, അതാണ് തോന്നലല്ല, ഉള്ളത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് ചെയ്ത് കാണിച്ചു കിട്ടുക. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താണെന്നറിയോ, ഞാൻ ആരടുത്തേക്കാണോ ഈ കാര്യം പറയാൻ ചെന്നിരുന്നത് അവരും എല്ലാവരും ഇവരെ കൂടുതല് ഉണ്ണി, ഹരി, സിദ്ധി, ഇവരൊക്കെ ഈ കൂടുതല് ഇവരോടൊപ്പം കൂടിയിട്ട് അടിക്കടമോനെ, കൊല്ലണമോനെ, എന്തോ ആരെ തടയാനാ വരുന്നത്, എന്തിനാ ഞങ്ങളെ തടസ്സപ്പെടുത്താൻ വരുന്നത്, എല്ലായിടത്തും ഞങ്ങൾക്കൊരു പാരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും കൂടി ഈ കൂട്ടത്തിൽ വന്നിട്ട് ഇവരൊക്കെ പടം ഒക്കെപ്പാടെ വന്നിട്ട് എന്റെ മേത്തേക്ക് വന്നിട്ട് അടഞ്ഞിട്ടുണ്ട് വീണു. അതിലാണ് ഞാൻ അങ്ങോട്ട് ബോധം കിട്ട് വീണത്. കുറച്ച് വെള്ളമൊക്കെ പറ്റിയത്രക്ക് ഞാൻ രണ്ടാമത് ഇങ്ങനെ കുളത്തിലേക്ക് വീണ്ടും ഞാൻ ഇറങ്ങി. ഞാൻ ആദ്യം വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ എന്റെ കാല് താഴ്ന്നു പോവാനും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും പാടി ഇങ്ങനെ പോയി. കാരണം ഉരുളിക്കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം സ്റ്റെപ്പ് ഉള്ളൂ, ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിങ്ങനെ ഊർന്നിങ്ങനെ കിടക്കാണ്. മണ്ണ് എന്ന് പറയാൻ പറ്റില്ല, ചളിയാണ്, നല്ല കട്ട ചേർന്ന് തന്നെ പറയാം, അതിങ്ങനെ ഊർന്ന് കിടക്കുകയാണ്. അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോണതിനനുസരിച്ച് എന്താ പറയാ, വെള്ളം ഇങ്ങനെ കൂടി എന്റെ കാലിന്റെ അവിടെ നിന്ന് വെള്ളം കൂടി വരുന്നതിനനുസരിച്ച് എനിക്കാണെങ്കിൽ ടെൻഷനുണ്ട്, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്, എന്താ ഏതാന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് അടിയൊക്കെ ഇങ്ങനെ എത്തും തോറും എന്തോ ഒരു സാധനം എന്റെ കാലുമ ജസ്റ്റ് ഒന്ന് തടഞ്ഞു. അപ്പൊ ഞാൻ ചുറ്റുപാടുന്ന ആൾക്കാരോട്, ഒത്തിരി ആൾക്കാർ ജനങ്ങൾ കൂടി നിൽക്കില്ല, അപ്പൊ അവരെ മുഖത്തൊക്കെ ഒന്ന് നോക്കി ഞാൻ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ എന്ത് പണിയത് എന്റെ കാലിന്റെ ഭാഗമായിട്ട് അതിനൊന്നും ഇങ്ങോട്ട് തലോടിയപ്പോ എനിക്ക് എന്തോ ഒന്ന് പോലെ തോന്നി, ഒരു റൗണ്ട് പോലെ ഒരു ഫീൽ ചെയ്യണ പോലെ. അപ്പൊ ഞാൻ ഒന്നും പാടി ഒന്ന് അമർത്തി കാല് ചേർക്ക് നല്ലോണം ഒന്ന് അമർത്തിങ്ങാണ്ട് നല്ലൊന്നും ഇങ്ങനെ തലോടി നോക്കി. അപ്പൊ ഒരു റൗണ്ട് ഭാഗം പോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് പണിയതു എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും പാടി കാല് നല്ല ചേറിന്റെ അടിയിക്കാണ്ട് താഴ്ത്തി നോക്കുമ്പോൾ കാലായിട്ട് ഒരിക്കലും പൊന്തിക്കാൻ കഴിയില്ല. ഒന്നാമത് ചേറിന്റെ അടി കിടക്കണ സാധനം എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്ത് പണിയത് കാലായിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിക്കാൻ നോക്കി, പൊന്തി കിട്ടണില്ല. അപ്പൊ ഞാൻ എന്ത് പണിയത് രണ്ടും കൽപ്പിച്ചും കണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളത്തിന്റെ അടിക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താഴ്ന്നു പോകാം. ഈ വെള്ളത്തിന്റെ അടിക്ക് ഞാൻ താഴ്ന്നു പോണതിനനുസരിച്ച് ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു തെളിച്ചൊരു പ്രകാശം ഇങ്ങനെ അടിക്കണ പോലെ ഇങ്ങനെ തോന്നും. അപ്പൊ അതിനനുസരിച്ച് എനിക്കാണെങ്കിൽ ഉള്ളിൽ പേടിയുണ്ട്. ഒന്നാമത് വെള്ളത്തിലാണേനും, പിന്നെ ഒന്നാമത് ആരുമില്ല വെള്ളത്തിൽ, ഞാൻ ഒറ്റയ്ക്കുള്ളേനും, പിന്നെ വെള്ളത്തിന്റെ അടിയിൽ എത്തിയും ചെയ്തു. ഞാൻ എന്തെങ്കിലും പറ്റില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം കിട്ടുമോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ശരി, ഞാൻ മെല്ലെ ചെന്നിട്ട് ഞാൻ ആ സാധനം ഞാൻ കണ്ടു നോക്കുമ്പോൾ ഒരു റൗണ്ടിൽ നല്ല ഷേപ്പിലൊരു വിഗ്രഹം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് വിഗ്രഹം പോലെ ഫീൽ ചെയ്തേക്കന്നെ ഞാൻ ഒറ്റടി ഒരു കുതിപ്പ വെള്ളത്തിന്റെ മേലേക്ക് ഇത് കുതിച്ചിട്ട് ഞാൻ കരക്ക് കയറിയിട്ട് കിടന്നു. ഞാൻ ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ കിടന്നപ്പോഴാണ് എനിക്ക് ഈ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ ആലോചിച്ചപ്പോ ഇത് ഒറിജിനാലിറ്റി ആണ്, എന്താ ഏതാന്ന് എനിക്ക് തന്നെ എന്റെ മൈൻഡിനെ അങ്ങോട്ട് പോയി. ഞാൻ
ഒരു നിമിഷം ഞാൻ ആ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കണ ആ സീന് മാത്രമേ എൻ്റെ മനസ്സിൽ. അപ്പൊ എനിക്ക് മീൻ പിടിക്കണമെന്നോ മറ്റുള്ളതൊന്നുമില്ല, ഞാൻ ആ സാധനം കണ്ടതിന്റെ ആ ഒരു ഇത്. ഉണ്ണി പൊങ്ങി വന്നപ്പോൾ തന്നെ അവൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അവനെന്തോ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞു. ആ കണ്ടത് എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖമൊക്കെ ആകെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണിരുന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഉണ്ണി കാലുകൊണ്ട് തൊട്ടപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടത് ഒരു വിഗ്രഹമാണെന്നാണ് ഉണ്ണി പറഞ്ഞത്. പക്ഷേ ആ വിഗ്രഹത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അപ്പം ആരോടും പറഞ്ഞില്ല. ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉണ്ണി ഒന്നും കൂടി വെള്ളത്തിനടിയിലേക്ക് പോയി. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ, ആ കുളത്തിനടിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും ഞങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ ഞെട്ടൽ മാറിയിട്ടില്ല. ഉരുളിക്കുളത്തിൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ ഫ്രം കരേക്കാടൻ വ്ളോഗേഴ്സ്.